മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2014 ആണ്ടിൽ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ മാസത്തിൽ അനുഭവപ്പെടുവാനുള്ള സാധ്യത കാണുന്നത്. പലപ്പോഴും നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്തത് വളരെ ക്ലേശിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനാണ് സാധ്യതയുള്ളത്. എന്നാൽ ചിലർക്കാണെങ്കിലോ മിഥുനക്കൂറ് ജനിച്ചവർക്കാണെങ്കിൽ ക്ലേശകരമാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിസ്സാരം പ്രവർത്തിച്ച് തീർക്കുവാനും ഈ മാസത്തിൽ സാധിക്കും. ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളിൽ പലപ്പോഴും വിദഗ്ധമായിട്ടുള്ള പല പരിശോധനകളും വേണ്ടി വരുമെങ്കിലും അന്തിമ നിമിഷത്തിൽ അസുഖങ്ങളൊന്നുമില്ലാത്തതിനാൽ ചികിത്സകൾ തന്നെ വേണ്ടാതെ രോഗവിമുക്തി വരുവാനും ഇടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാൻ ഇടവരുമെങ്കിലും ചെലവിനങ്ങൾ കൂടുതൽ വന്നു ചേരുന്നത് കൊണ്ടോ വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് കൊണ്ടോ ഈ വന്നു ചേരുന്ന പണമൊന്നും നിലനിൽക്കാത്ത അവസ്ഥാവിശേഷം വന്നു ചേരുവാനിടയുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ സമാധാനത്തിന് വഴിയൊരുക്കും. കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും. കാർഷിക മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. ചർച്ചകൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഏറ്റെടുത്ത ദൗത്യം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുന്നത് വഴി ഒരു പക്ഷേ സ്ഥാനക്കയറ്റം ഔദ്യോഗിക തലത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ഒരു പക്ഷേ കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനും യോഗമുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. സമത്വഭാവന സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുന്നത് വഴി ഒരു പക്ഷേ നേർന്നു കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ഈ മാസത്തിൽ അവസരം വന്നു ചേരും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. ഒരു പക്ഷേ അവരോടൊപ്പം വിദേശത്തേക്ക് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാനും ഈ മാസത്തിൽ അവസരം വന്നു ചേരും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2014 ആണ്ടിലെ ജൂലൈ മാസത്തെ ഫലങ്ങളാണ് പറഞ്ഞത്.